കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതുചരിത്രം കുറിക്കുകയായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ചരിത്രത്തിലാദ്യമായി പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് കേരളത്തിൽ ഒരു തുടർ ഭരണം സാധ്യമായി എന്നതായിരുന്നു ആ പുതുചരിത്രം. അങ്ങനെ തുടർച്ചയായി 10 വർഷക്കാലമാണ് CPMൻ്റെ പരമോന്നത നേതാവായ പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രി പദവി അലങ്കരിച്ചത്. CPMും പിണറായി വിജയനും തുടർ ഭരണം നേടിയതോടുകൂടി കേരളത്തിൽ ഇനി അവരുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് അധികാരത്തിലേക്ക് തിരികെ വരുവാനുള്ള ഒരു സാധ്യതയും അവശേഷിക്കുന്നില്ല എന്ന് വിലയിരുത്തലായിരുന്നു ചില മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥർ പെരുമാറിയത്. പിണറായി വിജയനും CPMനും വേണ്ടി എന്തു വൃത്തികേടും ചെറ്റത്തരവും വിടുപണിയും ചെയ്യുവാൻ അവർ സന്നദ്ധരായി മാറുകയായിരുന്നു. ഇതിനെതിരെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് കൈക്കൊണ്ടിട്ടുള്ള പ്രമുഖ IAS ഉദ്യോഗസ്ഥർക്ക് തന്നെ നല്ല പണിയും കിട്ടുകയുണ്ടായി. B അശോകും N പ്രശാന്തുമെല്ലാം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് പിണറായിയുടെ ഈ തീട്ടൂരങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ്. എന്നാൽ പിണറായി വിജയൻ്റെ വിടുവേല ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെല്ലാം വലിയൊരു ചാകരക്കാലമായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്നതിലും തർക്കം വേണ്ട. സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ പോലും ഇവർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തിൽ ഉന്നതമായ തസ്തികകളിൽ പുനർനിയമനം നൽകുവാനും പിണറായി വിജയൻ ശ്രമിച്ചിരുന്നു. പിണറായിയുടെ വീട്ടിൽ നിന്നുള്ള കാശുകൊണ്ടൊന്നുമല്ലല്ലോ ശമ്പളം കൊടുക്കുന്നത്, അത് പൊതുഖജനാവിൽ നിന്ന് ആയതുകൊണ്ട് പിണറായിക്ക് ഇക്കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇത്തരം ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവരാണ് മുൻ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയും മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള KM എബ്രഹാമുമെല്ലാം. ഇവരുടെ എല്ലാം ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ കൃത്യമായ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന പിണറായി വിജയന് വേണ്ടി എല്ലാവിധ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇവരെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇപ്പോഴും സർവീസിൽ തുടരുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് കേരളത്തിൽ UDFന് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ള ഭരണമാറ്റം വലിയ തിരിച്ചടിയാകുകയായിരുന്നു. പിണറായി വിജയൻ ഒരിക്കലും അധികാരത്തിൽ നിന്ന് പുറത്തു പോവില്ല എന്ന ഒരു ദുർചിന്ത കൊണ്ട് ഇവരെല്ലാവരും തന്നെ പിണറായിക്ക് വേണ്ടി വലിയ രീതിയിൽ സ്തുതിഗീതങ്ങൾ പാടുകയും CPMന് വേണ്ടി വലിയ രീതിയിൽ പുകഴ്ത്തുപാട്ടുകൾ പാടുകയും UDFനെയും മറ്റ് CPMൻ്റെ എതിരാളികളെയും അപകീർത്തിപ്പെടുത്തുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നവരാണ്. എന്നാൽ പിണറായിയുടെ ദുർഭരണത്തിൽ മനസ്സുമടുത്ത ജനങ്ങൾ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതോടുകൂടി മൃഗീയമായ ഭൂരിപക്ഷത്തിൻ്റെ ആനുകൂല്യത്തിൽ UDF അധികാരത്തിലേക്ക് തിരികെ എത്തിയതോടുകൂടി ഇത്തരക്കാരെല്ലാം നെട്ടോട്ടത്തിലാണ്. ഇത്തരത്തിൽ ഏറ്റവും വലിയ പണി ആദ്യമായി UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴേ കിട്ടിയത് പിണറായിയുടെ കാലത്ത് സൂപ്പർ DGP ആയിരുന്ന സർവശക്തനായിരുന്ന മുൻ ADGP MR അജിത് കുമാറിനാണ്. സകലവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളും പിണറായി വിജയനും CPMനും വേണ്ടി ചെയ്തു വന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. UDF സർക്കാർ അധികാരത്തിലേറിയ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ ഒരു SIT രൂപീകരിച്ചപ്പോൾ തന്നെ MR അജിത് കുമാറിന് പണി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അജിത് കുമാർ UDF നേതാക്കളുമായി പലവിധ സെറ്റിൽമെൻറ്റിന് ശ്രമിച്ചുവെങ്കിലും ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയായ VD സതീശനോ ഇതിനൊന്നും വഴങ്ങിയതും വഴിപ്പെട്ടതുമില്ല. ഏറ്റവും ഒടുവിൽ DGP ആയി പ്രൊമോഷൻ കിട്ടേണ്ടിയിരുന്ന MR അജിത് കുമാറിന് ഇപ്പോൾ ഉള്ള പണി കൂടി പോയിരിക്കുന്നൊരവസ്ഥയിലാണ്. 1.5 വർഷം ഇനി സേവന കാലാവധി ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം ഇനി സർവീസിലേക്ക് തിരികെ എത്തുകയില്ല എന്ന് സത്യസന്ധമായ അന്വേഷണം വഴി UDF ഉറപ്പിച്ചിട്ടുണ്ടെന്നും ഏതാണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് MR അജിത് കുമാറിനെ കുറിച്ച് പറയുവാനല്ല, നേരെ മറിച്ച് ഇത്തരത്തിൽ പിണറായി സ്തുതി പാടിയതുകൊണ്ടും CPM സ്തുതി പാടിയതുകൊണ്ടും പണി കിട്ടിയ മറ്റൊരു വനിതാ IAS ഉദ്യോഗസ്ഥയെക്കുറിച്ച് പറയുവാനാണ്. അവർക്ക് ഇപ്പോൾ തനിക്ക് പണി കിട്ടിയെന്ന് കൃത്യമായ ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൻ വളരെ നിഷ്കളങ്കമായി മനുഷ്യ നന്മ മാത്രം തിരിച്ചറിഞ്ഞ് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് എന്നെല്ലാമുള്ള കഥനകഥകളുമായി ഇരവാദവുമായി ഇവർ രംഗത്തും എത്തിയിട്ടുണ്ട്. ഈ യുവ IAS ഉദ്യോഗസ്ഥയുടെ പേര് ദിവ്യ S അയ്യർ എന്നാണ്. ആദ്യമായി അവരുടെ ആ കഥയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി ദിവ്യ S അയ്യരുടെ ആ കണ്ണീർ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ, ഞാൻ എന്റെ അനുഭവത്തിലൂടെ, ഉത്തമ ബോധ്യത്തിൽ, എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ്, അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെ എന്താണ് ദിവ്യ S അയ്യർ എന്ന IAS ഉദ്യോഗസ്ഥ പറയുന്നത്? താൻ കഴിഞ്ഞ 1.5 വർഷമായി വേട്ടയാടപ്പെടുകയാണ്.
വിമർശിക്കപ്പെടുകയാണ്, അധിക്ഷേപിക്കപ്പെടുകയാണ് എന്നെല്ലാമാണ് ഇവർ പറയുന്നത്. താൻ എന്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നു എന്നുള്ള അവരുടെ ഒരു ന്യായീകരണവും അവർ അവതരിപ്പിക്കുന്നുണ്ട്. ചില മനുഷ്യരിലെ താൻ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കിയ നന്മകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് താൻ വേട്ടയാടപ്പെടുന്നത് എന്ന ന്യായവാദമാണ് ദിവ്യ എസ് അയ്യർ ഉന്നയിക്കുന്നത്. ഇവിടെ ആരുടെയൊക്കെ നന്മയാണ് ദിവ്യ എസ് അയ്യർ കഴിഞ്ഞ കാലങ്ങളിൽ സർവീസ് ചട്ടങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞത് എന്ന് നമ്മൾ ഓർക്കണം. ഇത്തരത്തിൽ ദിവ്യ എസ് അയ്യർ ഏറ്റവും അധികം പുകഴ്ത്തിപ്പാടിയത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെയും രാഷ്ട്രീയ നേതാവിനെയുമായിരുന്നു. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനോടും ഭരണാധികാരിയോടും കേരളത്തിൽ ഒരു ഘട്ടത്തിൽ വലിയ വിശ്വാസ്യതയുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ദിവ്യ എസ് അയ്യർ സ്തുതിഗീതം പാടിയ 5 വർഷക്കാലം പിണറായിയെ പോലെ ഒരു വൃത്തികെട്ട ഭരണാധികാരി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത മറന്നുകൊണ്ടാണ് അധികാരത്തിലിരിക്കുന്ന മുഖ്യനെ പ്രീണിപ്പിക്കുവാനായി അവർ സ്തുതിഗീതം പാടിയത് എന്നതാണ് ഇവിടെ ഏറ്റവും അധികം ഓർമ്മിക്കപ്പെടേണ്ട സത്യം. പിണറായി വിജയൻ്റെ ഭരണത്തിൽ ധാർഷ്ട്യവും അഹങ്കാരവും അഴിമതിയുമായിരുന്നു മുഖമുദ്ര. മൈക്കിനോട് പോലും തട്ടിക്കയറുന്ന, സഹജീവികളോട് മര്യാദയില്ലാതെ പെരുമാറുന്ന, മാധ്യമപ്രവർത്തകരോട് മെക്കിട്ട് കയറുന്ന, രാഷ്ട്രീയ എതിരാളികളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ച് കൂര തളർത്തുന്ന, തനിക്കെതിരെ ഉയർന്നു വരുന്ന ഏറ്റവും സഭ്യമായ വിമർശനങ്ങൾക്കെതിരെ പോലും നിയമത്തിൻ്റെ കാരിരുമ്പ് പ്രയോഗിച്ചുകൊണ്ട് അത്തരക്കാർക്കെതിരെ കേസെടുത്തവരെ പ്രതികളാക്കി കാരാഗൃഹത്തിലടയ്ക്കുന്ന ഒരു വൃത്തികെട്ട ഭരണാധികാരിയായിരുന്നു പിണറായി വിജയൻ. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം തിരിച്ചറിയുവാനുള്ള ബോധമുള്ളയാൾ തന്നെയാണ് IAS ഉദ്യോഗസ്ഥയായിട്ടുള്ള ദിവ്യ എസ് അയ്യർ. താൻ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലെ മരുമകളാണെന്നും തൻ്റെ ഭർത്താവ് ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് പോലും ഓർക്കാതെയാണ് അകാരണമായി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ദിവ്യ എസ് അയ്യർ പിണറായി വിജയനെ പുകഴ്ത്തിപ്പാടിയത്. പിണറായി വിജയനെ പുകഴ്ത്തിപ്പാടുക മാത്രമല്ല ഇവർ ചെയ്തത്, കേരളം ഏറ്റവും അധികം ആരാധിക്കുന്ന ജനനേതാവായ ഉമ്മൻചാണ്ടിയെ പല ഘട്ടത്തിലും ഇവർ വളരെ ഇൻഡയറക്റ്റായി പിണറായി വിജയനെ സ്തുതിക്കുന്നതിനോടൊപ്പം തന്നെ ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നോ ദിവ്യ എസ് അയ്യരുടെ ഇടതു പ്രീണനം എന്നതാണ് അടുത്തതായി പരിശോധിക്കേണ്ട വസ്തുത. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു വലിയ അധികാര സ്ഥാനമാണെങ്കിൽ കൂടിയും ഔദ്യോഗികമായി ഒരു IAS IPS ഉദ്യോഗസ്ഥർക്കും അതിനു മുമ്പിൽ മുട്ടുവണങ്ങി നിൽക്കേണ്ട ഗതികേട് നമ്മുടെ നിയമമനുസരിച്ച് ഉണ്ടാകുകയില്ല. കാരണം അത് ഒരു പ്യുവർലി പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. എന്നാൽ ഈ അധികാര കേന്ദ്രത്തെ പ്രീണിപ്പിക്കുവാനായി സകല സർവീസ് ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന ദിവ്യ എസ് അയ്യരെയും നമുക്ക് കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് എന്ന CPM നേതാവ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ദിവ്യ എസ് അയ്യർ നെടുനീളത്തിലുള്ള ഒരു സ്തുതിഗീതമാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. KK രാഗേഷിനെ ഇവർ ഉപമിച്ചത് കർണനോടായിരുന്നു. KK രാഗേഷ് മുഖ്യമന്ത്രിക്ക് കർണൻ്റെ കവചകുണ്ടലങ്ങൾ പോലെയായിരുന്നു എന്നെല്ലാമുള്ള സ്തുതിഗീതങ്ങളാണ് ഇവർ പങ്കുവച്ചത്. CPMൻ്റെ ഗുണ്ടാ സംസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ കണ്ണൂർ എന്ന പട്ടി ഗ്രാമത്തിലേക്ക് പാർട്ടി സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ട KK രാഗേഷിനെ പോലൊരു നേതാവിനെ എന്തിനു വേണ്ടിയാണ് ദിവ്യ എസ് അയ്യർ ഇത്രയധികം പുകഴ്ത്തിയത് എന്നുള്ളതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദിവ്യ എസ് അയ്യർ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത്. പിന്നീട് പിണറായി സ്തുതിഗീതം പാടുന്ന കവിത പൊതുവേദിയിൽ ഔദ്യോഗിക പരിപാടിയിൽ ആലപിച്ചും ദിവ്യ എസ് അയ്യർ തൻ്റെ ഇടതു പ്രീണനവും പിണറായി പ്രീണനവും തുടർന്നു എന്നതും വസ്തുതയാണ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ബോധപൂർവം വിഴുങ്ങിക്കൊണ്ട് മനുഷ്യൻ ഇതൊന്നും മറന്നുപോയിട്ടില്ല എന്നത് മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ ഒരു കണ്ണീർ വീഡിയോയുമായി ദിവ്യ എസ് അയ്യർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അവർ പറയുന്നു താൻ അകാരണമായി വിമർശിക്കപ്പെടുകയായിരുന്നു എന്ന്. എന്നാൽ അവർ കാണിച്ചിട്ടുള്ള വൃത്തികേടുകളുടെ ആഴം പരിശോധിക്കുമ്പോൾ, അവർ കാണിച്ചിട്ടുള്ള സർവീസ് മര്യാദകളുടെ ലംഘനം പരിശോധിക്കുമ്പോൾ ഇത്രയൊന്നും വിമർശനം മാത്രം പോരാ ഇവർക്കെതിരെ എന്നതാണ് എൻ്റെ ഒരു നിലപാട്. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.